Yes, good afternoon. Good afternoon, my sixth standard students. How are you all? I hope you are doing good. Yes? Yes, okay. It is a nice climate, right? Hmm? Do you like it? Okay, is it raining there? നിങ്ങളുടെ അവിടെ മഴ പെയ്യുന്നുണ്ടോ? ഓക്കെ, ഇവിടെ നല്ല എന്താ പറയുന്നത്, നല്ല വെയിലായിട്ട് നല്ല തെളിഞ്ഞ് നിൽക്കുവാണ്. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പം കുറച്ച് റെയിനി കുറച്ച് മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുണ്ട് മൂടിയതായിരിക്കും ചിലപ്പോൾ ഇഷ്ടം. പക്ഷെ നമ്മുടെ പാരൻസിനൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർക്ക് എന്തായിരിക്കും ഇഷ്ടം? ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തായിരിക്കും? നമ്മുടെ വെയിലുള്ളതാണ് ഇഷ്ടം. അല്ലേ, അവർക്ക് വെയിലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലേ, എല്ലാ കാര്യങ്ങളും നടത്തണമെങ്കിൽ എന്ത് വേണം? നമുക്ക് വെയിൽ വേണം. എന്തെങ്കിലും സംഭവങ്ങൾ ഉണക്കണമെങ്കിൽ, നമ്മൾ തുണിയൊക്കെ കഴുകിയിട്ട് തന്നെ അത് ഉണക്കണമെങ്കിൽ എന്ത് വേണം? വെയിൽ വേണം. അപ്പോൾ പാരൻസിനൊക്കെ ഞങ്ങളിവിടെയൊക്കെ ഇപ്പം നല്ല തെളിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് വി ആർ ഹാപ്പി ഹിയർ. ഓക്കെ, സോ മിസ് ഒത്തിരി വലിച്ച് നീട്ടുന്നില്ല. വാട്ട് വർ യു ടോക്കിംഗ് അബൌട്ട്? നമ്മൾ ഇതിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ട് നിന്നത്. ഇന്നലെ മിസ്സിൻ്റെ വീഡിയോയിൽ ഐ തിങ്ക് ഒരു ചെറിയൊരു ഇത് വന്നു അല്ലേ, ഒരു മിസ്റ്റേക്ക് പോലെ വന്നത്. കുറച്ച് എന്താ പറയുന്നത്, കുറച്ച് എന്താ പറയുക, സ്റ്റിക്കേഴ്സൊക്കെ കയറിപ്പോയി, കുറച്ച് എഡിറ്റിംഗ് ഇങ്ങോട്ട് കയറിപ്പോയി. അതെന്താണെന്ന് അറിയില്ല, ഞാൻ കറക്റ്റായിട്ട് ചെയ്തതാണ്. പിന്നെ അത് സേവ് ചെയ്യുന്ന സമയത്ത് കയ്യിൽ നിന്ന് എന്തോ പറ്റിയതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ നോക്കുമ്പോഴത്തേക്കും എന്താണ്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നോക്കുമ്പോൾ താങ്ക് യു മിസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ താങ്ക് യു ഒക്കെ വന്നതുകൊണ്ട്. അപ്പോൾ സോറി ഫോർ മൈ മിസ്റ്റേക്ക്. അല്ലാണ്ട് നമ്മൾ പഠിക്കുന്ന സംഭവങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ട് വലിയ കുഴപ്പം തോന്നിയില്ല, കറക്റ്റായിട്ട് പോകുന്നുണ്ടായിരുന്നു. സ്റ്റിക്കേഴ്സ് ആണെങ്കിലും എല്ലാം. അപ്പോൾ ലാസ്റ്റത്തെ അങ്ങനെ ഒരു പോരായ്മ വന്നതുകൊണ്ട് എനിക്ക് എന്തോ പോലെ ആയി. പിന്നെ ഓൾറെഡി അപ്ലോഡ് ചെയ്തു, നിങ്ങളെല്ലാവരും വ്യൂ ചെയ്തു. അപ്പോൾ പിന്നെ അത് മാറ്റണ്ടാവെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ അത് പറയുന്നത്. ഓക്കെ, സോറി ഫോർ ദാറ്റ്. ഇനി ഞാനത് ശ്രദ്ധിച്ചോളാം. പിന്നെ ഓക്കെ, അത്രേ ഉള്ളൂ. വിൽ മൂവ് ഓൺ ടു ആ ചാപ്റ്റർ. What was our chapter's name? Our chapter's name was Who Did Patrick's Homework? ആരാണ് പാട്രിക്കിൻ്റെ ഹോംവർക്ക് ചെയ്തതെന്നായിരുന്നു നമ്മുടെ പാഠത്തിൻ്റെ പേര്. പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, till now we didn't know who did Patrick's homework. നമുക്കറിയത്തില്ല, ഇതുവരെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല ആരാണ് പാട്രിക്കിൻ്റെ ഹോംവർക്ക് ചെയ്തതെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഒരു പാരഗ്രാഫാണല്ലേ വായിച്ചത്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് മിസ് വിശ്വസിക്കുന്നു. എന്തായിരുന്നു അതിൻ്റെ ഒരു ഫുള്ളായിട്ട് നമുക്ക് എന്താ പറയുക? ഓക്കെ, പാട്രിക് ആണ് ദ ഹീറോ ഇസ് പാട്രിക് ആൻഡ് ഹീ ഹേറ്റഡ് ഹോംവർക്ക്. എന്തോ ഒരു ഫ്ലൈ ഇങ്ങനെ പറക്കുന്നു. ഓക്കെ, ഹീ ഹേറ്റഡ് ഹോംവർക്ക്. എന്തായിരുന്നു, പാട്രിക് എന്ന് പറയുന്ന ബോയ്ക്ക് ഹോംവർക്ക്സ് ഇഷ്ടമേ അല്ലായിരുന്നു. ഹീ സെറ്റ് ടു ബോറിങ്, ഹോംവർക്ക് ഇസ് ടു ബോറിങ്, അങ്ങനെയാണ് അവൻ പറയുക. അപ്പോൾ ഹോംവർക്ക് ഭയങ്കര ബോറാണെന്നാണ് പറയുക. അപ്പോൾ വാട്ട് ഡിഡ് ഹിസ് ടീച്ചർ സേ? അവൻ്റെ ടീച്ചർ എന്താ പറയുക? ടീച്ചർ പറഞ്ഞു, പാട്രിക്, ഡു യുവർ ഹോംവർക്ക് ഓർ യു വിൽ ഫെയിൽ, ഓർ യു വോണ്ട് സ്റ്റഡി എനിത്തിങ്, യു വോണ്ട് ലേൺ എനിത്തിങ്. നീ ഒന്നും പഠിക്കത്തില്ല, ഹോംവർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നീ ഒന്നും പഠിക്കത്തില്ല എന്ന് പറഞ്ഞു. ബട്ട് ഇറ്റ് വാസ് ട്രൂ, അത് ശരിയാണെന്ന് അവനും അറിയാം. ബട്ട് വാട്ട് കുഡ് ഹി ഡു? അവൻ എന്ത് ചെയ്യാൻ പറ്റും? ഹി ഹേറ്റഡ് ഹോംവർക്ക്. അവന് ഹോംവർക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ? ഓക്കെ, so we will move on to the second passage. Then one day he found his okay, ഇന്നലത്തെ പോലെ തന്നെ നമ്മൾ വായിക്കുമ്പോഴത്തേക്കും നമ്മുടെ ടെക്സ്റ്റിൻ്റെ പിക്ക് ഉണ്ടാവും, നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ ഉണ്ടാവും. അത് ടെക്സ്റ്റില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് മിസ് അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ മിസ്സിൻ്റെ സൗണ്ട് എന്തായാലും കേൾക്കാമല്ലോ. അപ്പോൾ മിസ് വായിക്കുന്നത് വെച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ സ്ക്രീനിൽ കൂടി ഇങ്ങനെ പതുക്കെ, സ്ക്രീനിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, വീഡിയോ പോസ് ആവും, അല്ലെങ്കിൽ വീഡിയോ നീങ്ങിപ്പോൾ എന്തെങ്കിലും ചെയ്യും. അങ്ങനെയല്ല, നിങ്ങൾ വിരൽ മുട്ടാത്ത രീതിയിൽ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്ത് ഇങ്ങനെ ലൈൻസിൽ കൂടെ നിങ്ങൾ വിരൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ടെക്സ്റ്റില്ലാത്ത കുട്ടികൾക്ക് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കേട്ടോ. അങ്ങനൊരു പോരായ്മ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് സംസാരിക്കുന്ന വശത്ത് നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ ഫോട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത് യൂട്ടിലൈസ് ചെയ്യണം. അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ മക്കൾ എന്ത് ചെയ്യണം, വായിച്ചിരിക്കണം. ഓക്കെ, ഫോളോ ചെയ്ത് വായിക്കണം. ഓക്കെ, സോ ദെൻ വൺ ഡേ he found his cat playing with a little doll and he grabbed it away. To his surprise, it wasn't a doll at all, but a man of the tiniest size. He had a little wool shirt with old-fashioned breeches and a high tall hat much like a witch's. He yelled, "Save me! Don't give me back to the cat. I'll grant you a wish. I promise you that." Okay, I'll read it again. Then one day he found his cat playing with a little doll and he grabbed it away.
To his surprise, it wasn't a doll at all, but a man of the tiniest size. He had a little wool shirt with old-fashioned breeches and a high tall hat, much like a witch's. He yelled, "Save me, don't give me back to the cat. I will grant you a wish, I promise you that." ഓക്കെ, മക്കൾ ഫോളോ ചെയ്തില്ലേ? എങ്ങനെയാണ് വേർഡ്സിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്ന് കിട്ടിയില്ലേ? ഓക്കെ, then we can go to its meaning. Then one day he found his cat playing with a little doll and grabbed it away, and he grabbed it away. So one day what Patrick found? Patrick എന്താണ് ഒരു ദിവസം കണ്ടത്? he found his cat playing with a doll. ഒരു ഡോളായിട്ട് കളിക്കുന്നത് ആര് കണ്ടു? നമ്മുടെ പാട്രിക്ക് കണ്ടു. ആരാ കളിക്കുന്നത്? അവൻ്റെ ക്യാറ്റ്, ഹിസ് ക്യാറ്റ്. ടു ഹിസ് സർപ്രൈസ് ഇറ്റ് വാസൻറ്റ് എ ഡോൾ അറ്റ് ഓൾ. അപ്പോൾ ടു ഹിസ് സർപ്രൈസ്, അവൻ അത്ഭുതപ്പെട്ട കാര്യം എന്താണെന്ന് അറിയോ? ഇറ്റ് വാസൻറ്റ് എ ഡോൾ, ഇറ്റ് വാസ് നോട്ട് എ ഡോൾ. അതെന്തല്ലായിരുന്നു? ഒരു ഡോൾ അല്ലായിരുന്നു. ബട്ട് എ മാൻ ഓഫ് ദ ടൈനിയസ്റ്റ് സൈസ്. എന്താണ്? ബട്ട് ഇറ്റ് വാസ് എ മാൻ, ഇറ്റ് വാസ് എ വെരി ഷോർട്ട് മാൻ, വെരി ടൈനി മാൻ, ദ ടൈനിയസ്റ്റ് മാൻ. ഏറ്റവും ചെറുതിനാണ് എന്ത് പറയാം നമ്മൾ? ടൈനിയസ്റ്റ് എന്ന് പറയാം. അപ്പോൾ എന്താ? ഒരു ചെറിയൊരു മനുഷ്യൻ, ഏറ്റവും ചെറിയൊരു മനുഷ്യനായിരുന്നു, ജീവനുള്ളൊരു മനുഷ്യനായിരുന്നു. എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? ഈ പൂച്ചയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നത്. ഇറ്റ് വാസ് നോട്ട് എ ഡോൾ ബട്ട് എ മാൻ ഓഫ് ദ ടൈനിയസ്റ്റ് size. He had a little wool shirt with old-fashioned breeches and a high tall hat much like a witch's. ഓക്കെ, അപ്പോൾ എന്താണ്? ഹി ഹാഡ് എ ലിറ്റിൽ വൂൾ ഷർട്ട്. പിന്നെ പുള്ളിക്കാരൻ്റെ അപ്പിയറൻസ് പറയണം. കുഞ്ഞു മനുഷ്യനില്ലേ, അതിൻ്റെ അപ്പിയറൻസ് പറയാണ്, എങ്ങനെയാണ് കാണാനെന്ന് പറയാണ്. ഹി ഹാഡ് എ ലിറ്റിൽ വൂൾ ഷർട്ട്. എന്താണ്? ഒരു ചെറിയൊരു വൂളിൻ്റെ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. വൂൾ എന്ന് വെച്ചാൽ കമ്പിളിയാണ്, കമ്പിളിപ്പുതപ്പിൻ്റെയൊക്കെ കമ്പിളി അല്ലേ? കമ്പിളിപ്പുതപ്പ് എല്ലാവർക്കും അറിയാം. ഓക്കെ, അതിൻ്റെ പോലത്തെ ഒരു കുറച്ച് കട്ടിയുള്ള ക്ലോത്താണ് വൂളെന്ന് പറയാം. ആ വൂളിൻ്റെ ഒരു ഷർട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താ ഇട്ടേക്കുന്നത്? വിത്ത് ഓൾഡ് ഫാഷൻ ബ്രിച്ചസ്. ഒരു പഴയ രീതിയിലുള്ള, പഴയ ഫാഷനിലുള്ള ബ്രിച്ചസ്. ബ്രിച്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീച്ചസ് ആണ് കറക്റ്റ്. ബ്രീച്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൗസേഴ്സ് ഇല്ലേ, പാൻസ്. പാൻസിനാണിത്. പഴയ കാലത്തുള്ള ടൈപ്പ് ഓഫ് പാൻസ് ഉണ്ട്. പഴയ സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന ടൈപ്പ് ഓഫ് പാൻസ് ആണ് ബ്രീച്ചസ് എന്ന് പറയാം. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഓതർ ബ്രിച്ചസ് എന്ന് കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്നറിയോ? അതെ, ആൻഡ് എ ഹൈ ടോൾ ഹാറ്റ് മച്ച് ലൈക്ക് എ വിച്ചസ്. വിച്ചസും ബ്രിച്ചസും തമ്മിൽ ഇങ്ങനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് വായിക്കുമ്പോൾ ഒരു സുഖം കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വായിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ബ്രീച്ചസ് എന്നുള്ള വേർഡ് നമ്മുടെ റൈറ്റർ എന്ത് ചെയ്തത്? ബ്രിച്ചസ് എന്നാക്കി എഴുതിയിരിക്കുന്നത്. കറക്റ്റ് ബ്രീച്ചസ് എന്നാണ്. ഓക്കെ, അത് നമ്മുടെ സൈഡിൽ, ടെക്സ്റ്റിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ളത്. ബ്രിച്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീച്ചസ് ആണ്. ബ്രീച്ചസിൻ്റെ മീനിങ് എന്താണ്? ട്രൗസേഴ്സ് ആണ്. ഓൾഡ് ഫാഷൻഡ് ആയിട്ടുള്ള പഴയ രീതിയിലുള്ള ട്രൗസേഴ്സ് ആണ്, പാൻസ് ആണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ, പുള്ളിക്കാരൻ്റെ ഡ്രസ്സ് എന്താണ്? എങ്ങനെയാ? ഹി ഹാഡ് എ ലിറ്റിൽ വൂൾ ഷർട്ട്. ഒരു വൂളിൻ്റെ ഷർട്ട് ഉണ്ട്. പിന്നെ എന്താണുള്ളത്? ആൻഡ് ഓൾഡ് ഫാഷൻഡ് ബ്രിച്ചസ്, അല്ലെങ്കിൽ ഓൾഡ് ഫാഷൻഡ് ട്രൗസേഴ്സ്, ഷർട്ടും പാൻസും ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താണ്? ആൻഡ് എ ഹൈ ടോൾ ഹാറ്റ് മച്ച് ലൈക്ക് എ വിച്ചസ്. പിന്നെ എന്താ ഉള്ളതെന്നറിയോ? ഒരു ഹൈ ടോൾ ഹാറ്റ്. എന്തുണ്ട്? ഒരു നല്ല പൊക്കത്തിലുള്ളൊരു തൊപ്പിയുണ്ട്. മച്ച് ലൈക്ക് എ വിച്ചസ്. ആ തൊപ്പി കണ്ടാൽ നമുക്ക് എന്തുപോലെ തോന്നും എന്നറിയോ? അല്ലെങ്കിൽ ആരുടെ പോലെ തോന്നും എന്നറിയോ? വിച്ചിൻ്റെ പോലെ. വിച്ച്, WITCH, വിച്ച്. ഓക്കെ, വിച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർമന്ത്രവാദിനികളാണ്. ദുർമന്ത്രവാദം ചെയ്യുന്നവർ, ഈ കൂടോത്രം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്ത് ചീത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, ആൾക്കാർക്ക് നന്മ ചെയ്യാതെ തിന്മ ചെയ്യുന്ന ആൾക്കാർ, ഇവർക്ക് ചീത്തത് വരട്ടെ, അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ശപിച്ചിട്ട് പോകുന്ന കുറച്ച് ഒരാൾക്കാരാണ് വിച്ചസ് എന്ന് പറയാം. നമ്മൾ പഴയ കഥകളിലൊക്കെ കേട്ടിട്ടുള്ളതാണ് വിച്ചസ്. ദുർമന്ത്രവാദിനികൾ എന്നൊരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ കാണാൻ പറ്റും. വിച്ചസ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ അവരുടെ ഒരു അപ്പിയറൻസ് മനസ്സിലാവും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹാറ്റ്, അവർ വെക്കുന്ന തൊപ്പി പോലത്തെ തൊപ്പിയാണ് ആര് വെച്ചിരിക്കുന്നത്? നമ്മുടെ ഈ ടൈനിയസ്റ്റ് മാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തൊപ്പി എങ്ങനെയായിരിക്കും? അവരുടെ തൊപ്പി ഇങ്ങനെ തുമ്പിങ്ങനെ കൂർത്തിങ്ങനെ വളഞ്ഞു നിൽക്കും. അതേപോലെ നല്ലൊരു കൂർത്ത തൊപ്പിയാണ്, ഒരു ഹൈ ടോൾ ഹാറ്റാണ് നമ്മുടെ ടൈനിയസ്റ്റ് മാൻ, ആ ചെറിയ മനുഷ്യൻ ധരിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഹി യെൽഡ്. അപ്പോൾ എന്ത് ചെയ്തു? ഈ ടൈനിയസ്റ്റ് മാൻ യെല്ല് ചെയ്യുകയാണ്, നിലവിളിക്കുകയാണ്. എന്താ പറഞ്ഞിട്ടാണ് നിലവിളിക്കുന്നതെന്നറിയോ? സേവ് മീ, ഡോണ്ട് ഗിവ് മീ ബാക്ക് ടു ദ ക്യാറ്റ്. സേവ് മീ, എന്നെ
രക്ഷിക്കൂ, പ്ലീസ് സേവ് മീ, ഡോണ്ട് ഗിവ് മീ ബാക്ക് ടു ദ ക്യാറ്റ്. എന്നെ എന്ത് ചെയ്യല്ലേ, പൂച്ചയ്ക്കിന് തിരിച്ച് കൊടുക്കല്ലേ. ഐ വിൽ ഗ്രാൻഡ് യുവർ വിഷ്, ഐ പ്രോമിസ് യു ദാറ്റ്. എന്നെ ഇനി പൂച്ചയ്ക്ക് തിരിച്ചു കൊടുക്കാതിരുന്നാൽ എന്ത് ചെയ്യാം? ഐ വിൽ ഗ്രാൻഡ് യുവർ വിഷ്, ഞാൻ നിനക്കൊരു ആഗ്രഹം സാധിച്ചു തരാം, നിൻ്റെ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. ഐ പ്രോമിസ് യു ദാറ്റ്, ഞാൻ എന്ത് ചെയ്യുക, പ്രോമിസ് ചെയ്യുവാണ്, ഞാൻ നിൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു തരാം. ഓക്കെ, സോ നമ്മൾ എന്തായിരുന്നു സംസാരിച്ചത്? എന്താണ് നമ്മുടെ ഈ പാസേജിൻ്റെ ഫുൾ മീനിങ് എങ്ങനെയാണ് വരിക? വൺ ഡേ പാട്രിക് ഫൗണ്ട് ഹിസ് കാറ്റ് വാസ് പ്ലേയിങ് വിത്ത് എ ഡോൾ. ദെൻ ഹി ഫൗണ്ട് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് എ ഡോൾ അറ്റ് ഓൾ. എന്ത് മനസ്സിലായി? ഡോൾ അല്ലെന്ന് മനസ്സിലായി. ബട്ട് വാട്ട് വാസ് ഇറ്റ്? എന്തായിരുന്നു അത്? ഇറ്റ് വാസ് എ മാൻ ഓഫ് ദ ടൈനിയസ്റ്റ് സൈസ്, ഏറ്റവും ചെറിയ സൈസിലുള്ള ഒരു മനുഷ്യനായിരുന്നു അത്. ദെൻ about his appearance, about his dress, he was wearing a little wool shirt and old fashioned trousers, and he had a high tall hat ഉണ്ടായിരുന്നു. And he yelled, what was he requested to Patrick? എന്താണ് ഈ tiniest man പാട്രിക്കിനോട് റിക്വസ്റ്റ് ചെയ്തത്? സേവ് മീ, പ്ലീസ് ഡോണ്ട് ഗിവ് മീ ബാക്ക് ടു ദ ക്യാറ്റ്. എന്നെ പൂച്ചയ്ക്ക് തിരിച്ചിരി കൊടുക്കല്ലേ, പൂച്ച എന്ത് ചെയ്ത് കളയും, എന്നെ കടിച്ച് കീറി തിന്നു കളയും. സോ ഡോണ്ട് ഗിവ് മീ ബാക്ക് ടു ദ ക്യാറ്റ്, ഐ വിൽ ഗ്രാൻഡ് യുവർ വിഷ്, ഞാൻ എന്ത് ചെയ്യാം, നിനക്കൊരു ആഗ്രഹം സാധിച്ചു തരാം. ഐ പ്രോമിസ് യു ദാറ്റ്, ഞാനത് പ്രോമിസ് ചെയ്യുവാണ്. ഐ വിൽ ഗ്രാൻഡ് യു വിഷ്. ഓക്കെ, അപ്പം എന്തായിരിക്കും പാട്രിക്ക് ചോദിക്കുന്ന വിഷ് എന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് വെച്ചോളൂ. നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം അല്ലേ. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. മിസ്സും ഇപ്പോഴത്തെ നിങ്ങളോടൊപ്പം തന്നെയാണ് മിസ്സും വായിച്ചു പോകുന്നത്, അതുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. 6th ക്ലാസ് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് മിസ്സ് വെയിറ്റ് ചെയ്യുന്നു. അടുത്ത് പാട്രിക്കിന് എന്ത് പറ്റി, പാട്രിക്കിൻ്റെ ഹോംവർക്ക്, ഹൂ ഡിഡ് പാട്രിക്സ് ഹോംവർക്ക് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മിസ്സും വെയിറ്റിംഗ് ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. മിസ്സ് ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കണ്ടതല്ലാണ്ട് ടെക്സ്റ്റിൻ്റെ ഫോട്ടോ എവിടെ ഉണ്ടാവും, നമ്മുടെ ഗ്രൂപ്പിലുണ്ടാവും, നിങ്ങൾക്ക് അതും കൂടെ റെഫർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.